പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ഏറ്റവും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസമില്ലാതെ ആരും പ്രാർത്ഥിക്കരുത്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ നിയോഗങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാതാവേ, എൻ്റെ സങ്കടങ്ങൾ അങ്ങ് മാറ്റണമേ. ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് നീ ആശ്വാസം ഏകണമേ. ജീവിതത്തിൽ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാനുള്ള ശക്തി നീ എനിക്ക് പകർന്നു നൽകണമേ. സന്തോഷവും സമാധാനവും എൻ്റെ നിത്യജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയാക്കണമേ. എൻ്റെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുവാൻ അമ്മേ, മാതാവേ, നീ സഹായിക്കണമേ. പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗപീഠകളാലും വലയുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീനാളം ജ്വലിപ്പിക്കണമേ. അമ്മേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ജീവിതം സുന്ദരമായിരിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റണമേ. അമ്മേ, അമ്മ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്റെ സ്നേഹം ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കുവാൻ കഴിവുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ സ്നേഹത്തിൻ്റെ കരസ്പർശം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ പതിപ്പിക്കണമേ. അമ്മേ, എൻ്റെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും ദുഃഖത്താൽ നീറുമ്പോഴും കടഭാരത്താൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ നിന്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ ദിവസത്തെ ഞങ്ങൾ ഇതാ അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് നീ എപ്പോഴും കാവലായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും നോട്ടത്തിലും എല്ലാം ദൈവിക ചൈതന്യം ഉണ്ടാകണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോ നിമിഷവും അമ്മ നൽകുന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാവില്ല. എന്തെന്നാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ചോദിക്കുന്നതിലുപരി എൻ്റെ അമ്മയിലൂടെ എൻ്റെ ഈശോ തമ്പുരാൻ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾക്കായി ചെയ്യുന്നത്. അമ്മേ, അനേകം മക്കൾ ഈ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ വേദനകൾ അമ്മ കാണണമേ. അവരെ എല്ലാം അമ്മ സഹായിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് എപ്പോഴും കാവലായി ഉണ്ടാകണമേ. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളെ തകർക്കാൻ നോക്കുന്ന ദുഷ്ടശത്രുക്കളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും
ഞങ്ങളെ അമ്മ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കവചം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടായപ്പോൾ അങ്ങ് ദൈവപിതാവിൽ എല്ലാം നൽകിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളിലും അതിജീവിച്ചതുപോലെ അമ്മയുടെ പാത പിന്തുടർന്ന് അമ്മയെപ്പോലെ ഞങ്ങൾക്കും എല്ലാ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപാവരങ്ങൾ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ നൊന്ത് പ്രസവിച്ച മകനായ ഈശോ തമ്പുരാനെ പടയാളികൾ മർദ്ദിക്കുകയും ഭാരമേറിയ കുരിശ് തോളിൽ വെച്ച് കൊടുക്കുകയും 3 ആണികളാൽ തറയ്ക്കുകയും ചെയ്തപ്പോൾ അമ്മയ്ക്കുണ്ടായ വേദന എത്ര വലുതാണെന്ന് ഈ ലോകത്ത് ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അമ്മേ മാതാവേ, അങ്ങേ പുത്രൻ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം കുരിശുമരണത്തോളം ഉണ്ട് എന്നറിഞ്ഞിട്ടും ചില നിമിഷങ്ങളിൽ ഞങ്ങൾ അതെല്ലാം മറന്ന് തെറ്റുകൾ ചെയ്യുമ്പോഴും നന്മ ചെയ്യാതിരിക്കുമ്പോഴും ഈശോ തമ്പുരാനെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോഴും അങ്ങേ പുത്രനെ ഞങ്ങൾ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണല്ലോ. അമ്മേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ അമ്മ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം വരുമ്പോൾ തളർന്നു പോകാതെ ഇവയെല്ലാം എൻ്റെ തമ്പുരാൻ എൻ്റെ വീണ്ടെടുപ്പിനായി നൽകിയതാണെന്ന് കരുതി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഈശോയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുഹിതം നിറവേറ്റുവാനുള്ള കൃപ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. പരിശുദ്ധ അമ്മേ, നന്മയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ മഹത്വത്തിനായി ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, പരിശുദ്ധ അമ്മേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവമാതാവായ കന്യകാമറിയമേ, ഇന്നേ ദിവസം എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടവിചാരങ്ങളിൽ നിന്നും സാത്താൻ ഒരുക്കുന്ന ശത്രുതയുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലും മോചനവും നൽകണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ. അഭയമില്ലാത്തവരുടെ ആശ്രയമായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയും ആകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ അദൃശ്യമായ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായ അമ്മേ, ഇന്ന് ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മ വന്ന് മാതാവായി വാഴണമേ.
അവിടുത്തെ ശക്തമായ ദൈവീക സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു പരിപാലിക്കണമേ. അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപാസന പ്രസാദവര മാതാവേ, അമ്മയോടുള്ള ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിത വീഥികളിലും അടങ്ങിപ്പോയിരിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കണമേ. എല്ലാവിധ സാത്താൻ്റെ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്നും സാത്താൻ തട്ടിയിരിക്കുന്ന എല്ലാ മാനസികമായും ശാരീരികവുമായ ആരോഗ്യത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, കുടുംബ ബന്ധങ്ങൾ, വിവാഹ ജീവിതം, മക്കൾ, ജോലി മേഖലകൾ, സാമ്പത്തിക മേഖലകൾ ഇവയെല്ലാം തിരികെ നേടുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ ഇരട്ടിയായി ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങളുടെ നാശത്തിനായി സാത്താൻ കൊണ്ടുവരുന്ന എല്ലാവിധ ദുഷ്ടവിചാരങ്ങളെയും പദ്ധതികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു തിന്മയും എന്നിൽ വന്ന് ഭവിക്കുകയില്ല. ഒരു ഭവനത്തിലും ഒരു തിന്മയും, എൻ്റെ ഭവനത്തിൽ ഒരു തിന്മയും ബാധിക്കുകയുമില്ല. അങ്ങ് ഞങ്ങളുടെ തുണയും അഭയവും ആയിരിക്കണമേ. മനുഷ്യകുലം മുഴുവൻ മാതാവായ മറിയമേ, ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവേ, അവിടുന്ന് സംരക്ഷിക്കണമേ. അമ്മയുടെ വാഗ്ദത്തം അനുസരിച്ച് ഞാൻ ചോദിക്കുന്ന ഈ നിയോഗം ഇപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസപൂർവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം അമ്മ മാതാവ് ഈ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തന്നതിനായി നന്ദിയും പറയുക. പരിശുദ്ധ മാതാവേ, അമ്മയുടെ അത്ഭുത കരങ്ങളുടെ ശക്തിയായി ഈ നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമ്മേ, ഇന്നുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എൻ്റെ വേദനകളിൽ എനിക്ക് അവിടുന്നാണ് ആശ്വാസം നൽകുന്നത്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിൽ എല്ലാം തകർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മുൻപിൽ ഞാൻ തോറ്റുപോയവളാണ്. ഞാൻ അമ്മയുടെ മുൻപിൽ ഇതാ നിൽക്കുന്നു. എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ആരെല്ലാം എന്നെ വേദനിപ്പിച്ചു കൊള്ളട്ടെ, എന്നെ എല്ലാവരും വെറുത്തോട്ടെ, എല്ലാവരും അവഗണിച്ചോട്ടെ, ഉപേക്ഷിച്ചോട്ടെ. പക്ഷേ അമ്മേ മാതാവേ, എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗറാണി, ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളെയും
പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്നു. ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധ മറിയമേ, എൻ്റെ നാഥേ, എൻ്റെ ആത്മാവും ശരീരവും എൻ്റെ ഈ ദിവസവും ജീവിതത്തിലെ ഓരോ ദിവസവും എൻ്റെ മരണവിനാഴികയും അങ്ങയുടെ പരിശുദ്ധമായ സുരക്ഷിത സംരക്ഷണത്തിന്, ആഴമേറിയ കാരുണ്യത്തിന് ഞാൻ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും സമാശ്വാസങ്ങളും എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും എൻ്റെ ജീവിത അന്ത്യവും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പരിപാവനമായ മാധ്യസ്ഥത്താലും അങ്ങയുടെ യോഗ്യതകളാലും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെയും അങ്ങയുടെ ദിവ്യസുതൻ്റെയും തിരു ഇഷ്ടത്തിന് അനുരൂപപ്പെടട്ടെ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.